നമ്മൾ ഈ റമദാനിന്റെ ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഇഫ്താർ ടോക്കുകൾ, മഗ്‌രിബിന് ശേഷം നടക്കുന്ന സംസാരങ്ങൾ പരമാവധി 10 മിനിറ്റിന്റെ അകത്ത് എല്ലാ ദിവസവും സംസാരിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നലെ മറ്റേ യുദ്ധ സാഹചര്യങ്ങളും മറ്റും വിശദീകരിച്ചപ്പോൾ 4 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് അത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. സോ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എന്നും ദിവസത്തിൽ ആലോചിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മൾ നല്ല ബുദ്ധിശക്തിയുള്ള, നല്ല വിവേകമുള്ള ആളുകളായി മാറുക പറയുന്നത്. പ്രത്യേകിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരുപക്ഷെ ആശങ്കപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും നമ്മളുടെ ബുദ്ധിയും ഓർമ്മശക്തിയും വിവേകവും ഇന്റലിജൻസ് പവർ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ആവശ്യമുള്ള സംഗതിയാണ്. ആ രീതിയിൽ ആഗ്രഹമുള്ളവർ കൂടിയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു വ്യക്തിയെ ഒരു ഡെഫിനിഷനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്: അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദ. ബുദ്ധിയുള്ളവൻ, ഖയ്യിസ് എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് പേഴ്സൺ, ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു, സ്വന്തം ശരീരത്തെ അധീനപ്പെടുത്തുകയും എന്നിട്ട് വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നിരന്തരമായി ശ്രമിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ബുദ്ധിയുള്ളവൻ എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പഠനമുണ്ട്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് ആ പഠനത്തിന് പറയുന്നത്. ആ കാറ്റഗറിയിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡിന് ശേഷം ഇറങ്ങിയ ധാരാളം പുസ്തകങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടു. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് അതിൽ പറയുന്നത്. ആ പഠനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മരണത്തെ മുഖാമുഖം കണ്ട ഡോക്ടർമാർ മരിക്കുമെന്ന് വിധി എഴുതിയ ആളുകൾ ഒരുപക്ഷെ വെന്റിലേറ്ററിൽ കിടന്ന് ഡോക്ടർ പുറത്തു വന്ന് രക്ഷിതാക്കളോട് പറഞ്ഞു ഇവ മരണപ്പെടാനായി, അല്ലെങ്കിൽ ബന്ധുക്കളോട് പറഞ്ഞു മരണപ്പെടാറായിട്ടുണ്ട്, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ, കബർ കുഴിച്ചോളൂ, ശ്മശാനത്തിന്റെ ഭൂമി തയ്യാറാക്കിക്കോളൂ, അല്ലെങ്കിൽ അഗ്നിക്ക് ഇരയാക്കാനുള്ള വിറകുകൾ തയ്യാറാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ എല്ലാ കഴിവും അവരുടെ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടും ഇനി ജീവിതം സാധ്യമല്ല എന്ന് വിധി എഴുതിയ സമയത്ത് അവിടെ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളുകളെ അഭിമുഖം നടത്തി അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ പഠനത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ അനുഭവത്തിന് ശേഷം അവർ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ എന്ന് മാത്രമല്ല, ആ ജീവിതം പിന്നീട് അങ്ങോട്ട് മുമ്പുള്ളതിനേക്കാൾ പ്രൊഡക്റ്റീവായിരുന്നു, മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയും ജീവിതത്തിൽ പുതിയ വിജയങ്ങൾ നേടിയെടുക്കാനുള്ള കോൺഫിഡൻസ് കൂടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി ദിവസവും നമ്മുടെ ജീവിതത്തെ പരിമപ്പെടുത്തിയെടുക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ഷെഡ്യൂളുകൾ, ടൈം ടേബിളുകൾ ആലോചിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിനൊരു കൃത്യതയുണ്ടാവും, ആ ജീവിതത്തിനൊരു വിജയത്തിലേക്കുള്ള വഴിയുണ്ടാവും. അല്ലാഹു അത് സാധിപ്പിച്ചു തരികയും ചെയ്യും. നമ്മളിത് പറയുമ്പോഴും മരണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന ആലോചനകൾ പോലും തീർത്തും ഭൗതികമായിട്ടാണ് നമ്മൾ സംഭവിക്കാറ്. നമ്മളെല്ലാം ആലോചിച്ച് നോക്കുക, നമ്മളുടെ ചില മരണ വീടുകളിൽ പോയ അനുഭവങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ ഒരു അറിയപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകും, അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, അതുപോലെ തന്നെ പ്രാർത്ഥിക്കും, പറ്റുമെങ്കിൽ കബറിടത്തിൽ പോയി അവർക്ക് വേണ്ട അവരുടെ മറമാടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടും, ഇത്രയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ പോരും. പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇന്റിമസി തോന്നുന്ന ഒരു ബന്ധുവോ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ രീതി ഇങ്ങനെ ആയിരിക്കില്ല. എന്ന് മാത്രമല്ല, മരിച്ചു എന്ന് പറയാൻ പോലും നമുക്ക് മടിയായിരിക്കും.
നമ്മുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, സ്വന്തം പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ മരിച്ചു എന്ന് പറയില്ല. നമ്മൾ വിളിച്ചിട്ട് പറയാ, ഉമ്മ പോയി കഴിഞ്ഞു കേട്ടോ, വരുന്നെങ്കിൽ വന്നോ, വേഗം വന്നോ, കഴിഞ്ഞു, തീർന്നു, പോയിട്ടോ, വരാളൊരു വന്നോളിട്ടോ. മരിച്ചു എന്ന വാക്ക് പോലും നമുക്ക് പറയാൻ പേടിയാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം എന്ന് പറയുന്നത് നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് അത്രയും വൈകാരികമായ ഒരു തലം രൂപപ്പെട്ടു വരുന്നത് പോലും, നാളെ നമ്മളുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഉമ്മ ഇല്ല, ഇത്രയും കാലം ഉണ്ടായിരുന്ന ഉപ്പ ഇല്ല, ഇത്രയും കാലം ഏറെ പ്രിയപ്പെട്ടതായി വളർത്തിയ മകൻ എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്ന ഒരു തോന്നൽ മാത്രമാണ്. അല്ലാതെ അതിനപ്പുറം പരലോകത്തിൽ ആ കബറെടുത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീടുള്ള വിചാരണയെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കുന്നത്. അതിനും അപ്പുറമല്ല, അവിടെ നടക്കാൻ പോകുന്ന നമുക്കറിയാവുന്നതിനും അപ്പുറമുള്ള ഒരു ലോകത്തെ കുറിച്ചുള്ള ആലോചനകളല്ല നമ്മളുടെ മനസ്സിൽ ഉണ്ടാവാറുള്ളത്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിൽ അതിന്റെ ഒരു തലം ഈ ഭൗതിക തലത്തിൽ നിന്ന് മാറി അതിന്റെ ഒരു ആത്മീയ തലത്തിലേക്കുള്ള മരണചിന്തയിലേക്ക് ഒരു ദിവസത്തെ ഒരു സമയമെങ്കിലും നമ്മൾ ആലോചിക്കാൻ തയ്യാറാവണം. നമ്മളൊരു എന്റർടൈൻമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വർത്തമാനം പറഞ്ഞാൽ ഈ ട്രെൻഡ്, ഈ വൈബ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നു എന്ന് നമ്മൾ പറയും. പക്ഷെ എന്തൊക്കെ ആയാലും അത് നമ്മൾ എത്ര വെറുത്താലും, നമ്മൾ എത്ര എതിർത്താലും, നമ്മൾ എത്ര മറച്ചു വെച്ചാലും നമ്മളുടെ കൂടെ മരണത്തിന്റെ മാലാകമാർ ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറുമ്പോഴും, ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ ഇറങ്ങുമ്പോഴും, അവിടെ നിന്ന് റാപ്പിഡോ വിളിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും, നമ്മൾ ടാക്സിയിൽ കയറുമ്പോഴും, നമ്മൾ ഇവിടെ നിന്ന് പ്രതീക്ഷയോടുകൂടി ഉമ്മാക്ക് ഫോൺ വിളിച്ച് ഇതാ പോകുന്നു എന്ന് പറയുമ്പോഴും, നാളത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴും, ഈ പരീക്ഷ എഴുതി തീർക്കുമെന്ന ഒരു പ്രതീക്ഷയും യഥാർത്ഥത്തിൽ മരണത്തെ കുറിച്ചുള്ള ഒരു ആലോചന നടത്തുമ്പോൾ ഉണ്ടാവില്ല. ഈ ചിന്ത ആ ഒരു തലത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആലോചനയിലൂടെ ഏറ്റവും നല്ല ഇന്റലിജന്റ് ആയ മുസ്ലിങ്ങളായി, പ്രൊഡക്റ്റീവായ മുസ്ലിങ്ങളായി വളരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നശഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വനസ്തഗ്ഫിറുഹു വനസ്അലുക ജന്നത വനഊദു ബിക മിനൻ നാർ. اللهم ارحمنا يا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنه يا رب العالمين. اللهم رب اجعل هذا البلد